മരിക്കുന്ന സമയത്ത് ഈമാനായിട്ട് ഇബ്ലീസിന്റെ ശർറൊന്നുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ ഞാനും നിങ്ങളും ദുആ ചെയ്യലുണ്ട്. ശരി തന്നെയാണ്. എന്നിരുന്നാലും ഏതൊക്കെ മജ്‌ലിസ് നടക്കുന്നുവോ ഈ 33 വർഷം മജ്‌ലിസ് നടത്തിയാൽ ആ വർഷങ്ങളിലല്ല ഈ 33 വർഷം ഉപ്പ നേതൃത്വം നൽകി. ഈ 33 വർഷം എവിടൊക്കെ നേതൃത്വം നൽകിയോ ആ ദുആയിലെല്ലാം എല്ലാം ഈ ദുആ ഉണ്ടാകും. അതും അതാ ഇവിടെ പുലരുകയാണ്. എന്നാൽ ദാഹം മൗത്ത് കൂട്ടിടും. മൗത്തിന്റെ സമയത്ത് ദാഹം എന്നൊരു അവസ്ഥ ഉണ്ടായോ? ഇല്ല. അതും അതാ അവിടെ എന്താണെങ്കിൽ സത്യമാവുകയാണ്. എന്തേ അതിനുള്ള കാരണം? അതേ സത്തായ ഈമാന ഖുശൂഅോടുകൂടെ ബദരീങ്ങളെ ഉയർത്തിപ്പിടിച്ചപ്പോൾ ആ കുരുത്തവും മാതാപിതാക്കളുടെ കുരുത്തവും ഉസ്താദന്മാരുടെ കുരുത്തവും പൊരുത്തവും ആ തഅ്ലീമോടുള്ള അദബോടുള്ള കൂടെ ജീവിതം ഉണ്ടായപ്പോൾ അതാ അല്ലാഹു നൽകുന്നു. ഈ ഹയാത്ത് കാലത്ത് തന്നെ അവരെ ഹിഷ്ക് വെക്കുന്ന മുഹിബ്ബീങ്ങൾക്കും അതേ മക്കളായ ഞങ്ങൾക്കും കാണിച്ചു തരുന്നു. അതേ മരണത്തിന്റെ അവസ്ഥ അതാ മരിക്കുന്ന സമയത്ത് പറയുകയാ. എന്തേ ഒരുപാട് ജനങ്ങൾ വരാനുണ്ട് ഇവിടെ. അതെ, നിങ്ങൾ പോയി പായസം ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്ന് ഞാനെല്ലാം മക്കളായ അവരോട് പറയുകയാണ്. നിങ്ങൾ ഭക്ഷണം പായസം ഉണ്ടാക്കി. ഇതുവരെ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാ പറയുന്നു, ഭക്ഷണം ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക, ഡോർ തുറന്നു വെക്ക്, ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഗൗഫുല്ലാം തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ പേടിക്കരുത്. ഹിമ്മത്തോടെ നിൽക്കണം. വളരെ കാര്യം നോക്കണം. ഉമ്മാനോടൊക്കെ പറഞ്ഞതാ അന്നവിടെ കടത്ത് എന്ന് പറഞ്ഞു. അവിടെ റൂമിൽ കടത്തിയിട്ടതാ പറയുന്നു, ഞാൻ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് 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 എന്ന് നിവർന്ന് കൈവച്ച് മരിക്കുന്നു. ഇതെല്ലാം അവിടുന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബദരീങ്ങൾ ചെയ്ത ഖുശൂ, സത്യം, ഇതൊക്കെ ഈമാനായ ഈ അന്നൽക്ക് കൊണ്ടുവന്നതിന്റെ ഒരു പൊരുളാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്തും എന്റെ ബാബ, അതുപോലെ ഇവരൊക്കെ സ്നേഹിച്ച് അന്നൽക്ക് തന്നെ വഫാത്തായ ഈ സ്ഥാപനത്തിലെ സാരഥ്യമായ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദും ആ അദബ് വഫാത്തിന്റെ ശേഷവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വന്നില്ലേ? മയ്യത്ത് നിസ്കാരം ഇവിടെ നടന്നില്ലേ? ഇവിടുന്ന് ആശീർവദിച്ചില്ലേ? എന്നിട്ടോ ആദ്യം ബാപ്പാന്റെ അടുത്തുനിന്ന്, എന്നിട്ടോ എം എ ഉസ്താദിന്റെ അടുത്തുനിന്ന്, എന്നിട്ടോ അതാ അവിടുന്ന് അങ്ങേയറ്റം ഈ രൂപത്തിന് കുരുത്തവും പൊരുത്തവും കിട്ടിയത് എവിടുന്നാ? അവിടുന്ന് പഠിപ്പിച്ച സയ്യിദ് മദനി തങ്ങൾ അവിടുത്തെ ഹദറത്തിലും പോയി. അതാ അവിടുന്നും കിട്ടിയില്ലേ? മഹാന്മാരുടെ അടുത്ത് വെച്ച് ജനാസ നിസ്കരിക്കുന്നതിന്റെ ഫദ്ല് കിതാബിൽ പറയുന്നത് കാണാം. പാപത്തിന്റെ ശേഷവും ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതാ ആ ജനാസ നിസ്കരിച്ച് എന്നിട്ടോ സേവനിച്ച് എവിടെയാണ് അള്ളാഹുവിന്റെ ഖളാ ഖദർ ഉണ്ടാവുമല്ലോ, അവിടെ അതാ മടക്കപ്പെടുകയാണ്. അപ്പോ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉലമാ വറസത്തുൽ അംബിയാ എന്നതിന്റെ അവസ്ഥ ഓരോ മുഅ്മിനീങ്ങളും മനസ്സിലാക്കണം. ഇന്ന് നാളെ പിറ്റേ എല്ലാവർക്കും അജലുണ്ട്. അജലിൽ വഫാത്താകും, ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ അങ്ങേയറ്റം ഇഷ്ക് വെച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അന്നൽക്ക് തന്നെ മരിച്ചാൽ ഈ കാണുന്നതായ അഫറുകൾ ഉണ്ടാകും. അതെന്താ? അവരെ പേരിൽ സ്മരിക്കലും അവരെ പേരിൽ ദിക്റും സ്വലാത്തും ചെല്ലലൊക്കെ തന്നെയാണ്. അതല്ലാതെ ഏത് ആലിമും അല്ലെങ്കിൽ ഏത് സയ്യിദും അങ്ങ് വാനോരം ഉയരുമ്പോൾ ഒരു കുശുമ്പ് വെക്കലോ അല്ലെങ്കിൽ അസൂയ വെച്ചോ
അല്ലെങ്കിൽ ഹസദ് ഉണ്ടാക്കി, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞ്, അല്ലെങ്കിൽ ഫിത്നയുണ്ടാക്കി ആ തങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ തങ്ങൾ ഉയർന്ന്, അല്ലെങ്കിൽ ഈ തങ്ങൾ എന്ന് വെച്ച് മനസ്സിൽ വെച്ച് നടന്നാൽ അല്ലാഹു ഈ പറയുന്ന തങ്ങളായാലും ശരി, കേൾക്കുന്ന നിങ്ങളായാലും ശരി, റബ്ബ് വിടുകയില്ല. അതിന് യാതൊരു സംശയവും ഇല്ല. ഒരുപാട് അതിനെന്തുണ്ട് തെളിവുകളുണ്ട്. ആ തെളിവ് പറയാൻ പറ്റുന്ന സമയമല്ല ഇത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളായ മുതഅല്ലിമീങ്ങളെ, നിങ്ങളോട് എനക്കും പറയാനുള്ളത്, അല്ലാഹുവിന്റെ ദീൻ നമ്മൾ മുറുകെ പിടിക്കണം. മുറുകെ പഠിച്ച് അന്നൽക്ക് തന്നെ എവിടെ ഏത് വിഷയത്തിക്കായാലും തുറന്ന് ഹക്ക് ആ രൂപത്തിൽ അതോടുകൂടെ പറഞ്ഞാൽ അല്ലാഹു നമ്മളെ കൂടെ ഉണ്ടാകും. അത് പറയുകയും വേണം. ഈ കാലത്ത് സോഷ്യൽ മീഡിയയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന തങ്ങൾക്കുമുണ്ട്, അതിനടിസ്ഥാനത്തിലേക്കും വാട്സപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനടിസ്ഥാനത്തിൽ ഒരു തുള്ളല്, അല്ലെങ്കിൽ ഇന്നവർക്ക് വേണ്ടി തുള്ളുന്നൊരവസ്ഥ നമ്മൾ ഒരാളും ഉണ്ടാകരുത്. നമ്മളൊക്കെ നല്ല ഇൽമു പഠിച്ച് ആ നിലക്ക് തന്നെ ജീവിച്ച് അല്ലാഹു തആല താജുൽ ഉലമന്റെയും അതുപോലെ തന്നെ എം.എ. ഉസ്താദിന്റെയും അതുപോലെ നമ്മളെ ബാപ്പാന്റെ എല്ലാ മദദിലുമായിട്ടും അവിടുത്തെ നിയന്ത്രണത്തിലായി ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുത്ത്, ദീനിന് വേണ്ടി പ്രവർത്തിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.